Friends, welcome to a new video from English with SC. നമ്മൾ ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ 8 ക്ലാസ്സുകളിൽ നമ്മൾ ചെയ്യുന്നതും അതുപോലെ ചെയ്ത കാര്യങ്ങൾ, ഇനി ഞാൻ ഇന്നത് ചെയ്യാൻ കഴിയും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അതായത് കളിക്കാറുണ്ട്, കളിക്കുന്നുണ്ട്, അതുപോലെ കളിച്ചു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എങ്ങനെ പറയാം എന്നുള്ളത് പഠിച്ചു വന്നു. അതുപോലെ ഓർഡർ എങ്ങനെ പറയാം, വിനയത്തോടെ എങ്ങനെ സംസാരിക്കുക, ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ. ഇനി നമുക്ക് പഠിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എങ്ങനെയാണ് നമ്മളിപ്പോൾ സംഭാഷണങ്ങൾ ചെയ്യുമ്പോൾ, കോൺവെർസേഷൻ ചെയ്യുമ്പോൾ അന്നേരം നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യം വരാറുണ്ട് അല്ലേ. അപ്പം അതെങ്ങനെ പറയാമെന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. അപ്പം ഇതിനു മുമ്പുള്ള ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാത്തവർ ആ ക്ലാസ്സുകളൊന്ന് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. അതിനു മുമ്പായി തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്ത് മുന്നോട്ട് പോകുക. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് നോക്കേണ്ടത്, നമ്മൾ പറഞ്ഞു ഞാൻ കളിക്കുന്നു എന്നതിന് ഐ പ്ലേ, ഞാൻ കളിച്ചു എന്നാണെങ്കിൽ ഐ പ്ലേഡ് അല്ലേ, ഞാൻ കളിക്കും എന്നാണെങ്കിൽ ഐ വിൽ പ്ലേ, എനിക്ക് കളിക്കാൻ കഴിയും, ഐ ക്യാൻ പ്ലേ. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, അതൊക്കെ ക്രമത്തിൽ നമ്മൾ പഠിച്ചു വന്നു. എന്നാൽ ഞാൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ ക്രിക്കറ്റ് കളിക്കുകയാണ് എന്നെങ്ങനെ പറയും? അപ്പം അങ്ങനെ പറയാനായിട്ടാണ് നമ്മൾ സാധാരണ എല്ലാവരും ഉള്ളിടത്തും ഇല്ലാത്തിടത്തും ഒക്കെ ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ ഉപയോഗിക്കുന്ന ഐ ആം പ്ലേയിങ് എന്നത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഐ ആം പ്ലേയിങ് എന്ന് വരുമ്പോൾ, അതായത് ആം പ്ലസ് ഐ എൻ ജി വരുമ്പം അവിടെ മനസ്സിലാക്കേണ്ടത് ഞാൻ കളിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. എന്നാൽ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച പോലെ ഈ ഒരൊറ്റ സെൻറ്റൻസിൽ നിന്ന് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ പല സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ കളിച്ചുകൊണ്ടിരിക്കുകയല്ല എന്ന് പറയാൻ ആമിനോടൊപ്പം നോട്ട് ചേർക്കുക, ഐ ആം നോട്ട് പ്ലേയിങ് എന്നാക്കുക. അപ്പം ആ ഐ ആം നോട്ട് പ്ലേയിങ് എന്ന് വരുമ്പോഴത്തേന് അടുത്തൊരു സെൻറ്റൻസാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഐ ആം പ്ലേയിങ്, ഞാൻ കളിക്കുകയാണ്. ഇനി ഞാൻ കളിക്കുകയാണോ എന്ന് നമ്മൾ ചോദിക്കാറില്ല, പക്ഷേ അതിൻ്റെ ആ ഒരു രീതിയിൽ നമുക്ക് പറയാം. ഞാൻ കളിക്കുകയാണോ എന്ന് ചോദിക്കാൻ ഐ ആം എന്നതിനെ നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ ഐ ആം എ ടീച്ചർ എന്നൊക്കെ പഠിച്ചു. അപ്പോൾ അതുപോലെ തന്നെ ഐ ആം പ്ലേയിങ് എന്നതിനെ ആം ഐ പ്ലേയിങ് എന്നെഴുതുമ്പോൾ അതെന്താവും? ഞാൻ കളിക്കുകയാണോ എന്നാവും. അതുപോലെ ഐ ആം നോട്ട് പ്ലേയിങ്, ഞാൻ കളിക്കുകയല്ല എന്നത് ഞാൻ കളിക്കുകയല്ലേ എന്ന് ആണെങ്കിൽ അതെന്ത് വരും? ആം നോട്ട് ഐ പ്ലേയിങ് എന്നാവും. ഓക്കെ, ആമിൻറ്റ് ഐ പ്ലേയിങ് എന്നാവും. ഓക്കെ, അപ്പോൾ ഇവിടെ 4 രീതിയിൽ ഇപ്പം നമ്മൾ പഠിച്ചു. അപ്പോൾ നോക്കൂ, ഇവിടെ ഞാൻ കളിക്കുകയാണ് എന്ന് പറയാൻ ഐ ആം പ്ലേയിങ് എന്നും ഞാൻ കളിക്കുകയല്ല എന്ന് പറയാൻ ഐ ആം നോട്ട് പ്ലേയിങ് എന്നും പറഞ്ഞു. എന്നാൽ ഞാൻ കളിക്കുകയാണോ എന്ന് ചോദിക്കാൻ ആം ഐ പ്ലേയിങ് എന്നും ഞാൻ കളിക്കുകയല്ലേ എന്ന് ചോദിക്കാൻ ആമിൻറ്റ് ഐ പ്ലേയിങ് എന്നും പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഇപ്പം നമ്മൾ കളിക്കുകയാണെന്ന് പറയുമ്പോൾ നീ എന്ത് കളിക്കുകയാണെന്നൊരു ചോദിക്കാം. ഇവിടെ ആ ആം ഐ പ്ലേയിങ് എന്നുള്ളതിൻ്റെ മുമ്പിൽ എന്ത് എന്നതിൻ്റെ വാട്ട് ആഡ് ചെയ്യുമ്പോഴത്തേനും അവിടെ വാട്ട് ആം ഐ പ്ലേയിങ്, ഞാൻ എന്താണ് കളിക്കുന്നത്. ഇപ്പോൾ സ്വന്തമായിട്ട് അങ്ങനെ ചോദിക്കത്തില്ലെങ്കിലും അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഇംഗ്ലീഷിൽ എങ്ങനെ സെൻറ്റൻസ് ഉണ്ടാക്കാം എന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഞാൻ കളിക്കുകയാണ്, കളിക്കുകയല്ല, കളിക്കുകയല്ലേ, കളിക്കുകയാണോ, അതുപോലെ തന്നെ എന്താണ്, ഇത്രയും 5 രീതിയിൽ നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, എന്നാൽ ഈ ഞാൻ എന്നുള്ളത് ഇവിടെ നീ ആവുമ്പോഴത്തേന് ആ സെൻറ്റൻസിൻ്റെ രീതിയെ മാറും. ഐ ആം പ്ലേയിങ്, ഞാൻ കളിക്കുകയാണ് എന്നാണെങ്കിൽ നീ കളിക്കുകയാണ് എന്ന് പറയാൻ യു ആർ പ്ലേയിങ് എന്ന് പറയും. അപ്പോൾ ഈ യു ആർ പ്ലേയിങ്, നീ കളിക്കുകയാണെന്നാണെങ്കിൽ നീ കളിക്കുകയല്ല എന്ന് പറയാൻ യു ആർ നോട്ട് പ്ലേയിങ് എന്ന് പറയണം. ഓക്കെ, നീ കളിക്കുകയാണ് എന്ന് യു ആർ പ്ലേയിങ് ആണെങ്കിൽ നീ കളിക്കുകയല്ല എന്ന് പറയാൻ യു ആർ നോട്ട് പ്ലേയിങ്. എന്നാൽ നീ കളിക്കുകയാണോടാ, നീ ചോദിക്കൂലേ നമ്മൾ, നീ കളിക്കുകയാണോ, യു ആർ എന്നുള്ളത് എന്താവണം? ആർ യു ആവണം. ആർ യു പ്ലേയിങ്? നീ കളിക്കുകയല്ലേ, ആറിൻറ്റ് യു പ്ലേയിങ്. ആർ നോട്ട് എന്നുള്ളത് നമുക്ക് ഷോർട്ട് ചെയ്ത് ആറിൻ്റെ എന്ന് എഴുതാം. ആറിൻറ്റ് യു പ്ലേയിങ്? പിടികിട്ടിയോ, നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് പറയണം. അതുപോലെ നീ എന്താണ് കളിക്കുന്നത് എന്ന് പറയാൻ വാട്ട് ആർ യു പ്ലേയിങ്, നീ എന്താണ് കളിക്കുന്നത്.
അവിടെ നീ എന്താണ് കളിക്കാത്തത് എന്ന് ചോദിക്കാം. നമ്മളങ്ങനെ ചോദ്യം ചോദിക്കാറില്ല സാധാരണ. അപ്പോൾ ഐ വരുമ്പം ആം പ്ലസ് ഐ എൻ ജി ചേർത്തു, യു വന്നപ്പോൾ ആർ പ്ലസ് ഐ എൻ ജി ചേർത്തു. എന്നാൽ ഒരാൾ മാത്രം, അതായത് അവൻ കളിക്കുകയാണ് അല്ലെങ്കിൽ രാജു കളിക്കുകയാണ് എന്ന് പറയാൻ രാജു ഈസ് പ്ലേയിങ്, അവിടെ ഈസായി. അതായത് അവൻ എന്നത് ഒരാളാണ്. അപ്പം ഒറ്റയാൾ മാത്രമേ ഉള്ളെങ്കിൽ അവിടെ നമുക്ക് ഈസ് ചേർക്കാം. അപ്പം രാജു ഈസ് പ്ലേയിങ്, രാജു കളിക്കുകയല്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഈസിനോടൊപ്പം ഒരു നോട്ട് ആഡ് ചെയ്തിട്ട് രാജു ഈസ് നോട്ട് പ്ലേയിങ്. രാജു കളിക്കുകയാണോ? അപ്പോൾ എന്ത് വരണം? കളിക്കുകയാണ് എന്ന് പറയാൻ രാജു ഈസ് പ്ലേയിങ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈസിനെ ആദ്യം എഴുതണം. ഈസ് രാജു പ്ലേയിങ്? രാജു കളിക്കുകയല്ലേ? അപ്പോൾ ആ ഈസിൻ്റെ പുറത്തെടുക്കണം. ഈസിൻ്റെ രാജു പ്ലേയിങ്. രാജു എന്താണ് കളിക്കുന്നത്? വാട്ട് ഈസ് രാജു പ്ലേയിങ്? ഈസി ആയിട്ടല്ലേ ഇപ്പോൾ പഠിക്കുന്നത്. ഇങ്ങനെ ഈസി ആയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സിനാണ് എൻ്റെ പേഴ്സണൽ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളുള്ളത്. അപ്പോൾ അതിനകത്ത് കോൺടാക്റ്റ് ചെയ്യേണ്ടവർ ആ ഒരു ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ക്ലാസ് ലൈക്ക് ചെയ്തെങ്കിലും മുന്നോട്ട് പോകണം. മാക്സിമം ഷെയർ ചെയ്തും കൊടുക്കണം എല്ലാവർക്കും കേട്ടോ. അതുപോലെ ഇനി നോക്കൂ, ഇനി കുറേ പേരുണ്ട്. ഇപ്പം ചിൽഡ്രൻ അല്ലെങ്കിൽ അവർ അല്ലെങ്കിൽ സ്റ്റുഡൻസ് എന്നൊക്കെ പറയില്ലേ, പാരൻസ് എന്നൊക്കെ പറയത്തില്ലേ. കുറേ പേര്, ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത് നോക്കൂ. അവർ കളിക്കുകയാണ് എന്ന് പറയാൻ നമുക്ക് ദേ ആർ പ്ലേയിങ് എന്ന് പറയാം. അവർ കളിക്കുകയാണ്, ദേ ആർ പ്ലേയിങ്. അവർ കളിക്കുകയല്ല എന്നാണെങ്കിലോ ദേ ആർ നോട്ട് പ്ലേയിങ്. ദേ ആർ നോട്ട് പ്ലേയിങ്. അവർ കളിക്കുകയല്ല. അവർ കളിക്കുകയാണോ എന്ന് ചോദിക്കാൻ എന്ത് ചെയ്യണം? ഈ ദേ ആർ പ്ലേയിങ്ങിലെ ആറിനെ ആദ്യം എഴുതിയിട്ട് മാറ്റണം. എങ്ങനെ എഴുതും? ആർ ദേ പ്ലേയിങ്, ആർ ദേ പ്ലേയിങ്. അവർ കളിക്കുകയല്ലേ? അവർ കളിക്കുകയല്ല എന്ന് പറഞ്ഞാൽ ദേ ആർ നോട്ടല്ലേ. അപ്പോൾ ആർ നോട്ടുള്ളതെന്നുള്ളത് നമുക്ക് ഷോർട്ട് ചെയ്ത് എന്ത് എഴുതാം? ആറിൻറ്റ്. ആറിൻറ്റ് ദേ പ്ലേയിങ്. ഓക്കെ. അതുപോലെ തന്നെ എന്താണ് അവർ കളിക്കുന്നത്? വാട്ട് ആർ ദേ പ്ലേയിങ്? അവരെന്താണ് കളിക്കുന്നത്? ഈസി അല്ലേ? വെരി ഈസി അല്ലേ? അപ്പോൾ നോക്കൂ, ഇവിടെ നമ്മളൊരു പൊതു തത്വത്തിലേക്ക് എത്തണം. ഇപ്പം ആദ്യം പറഞ്ഞ ഐ, യു, ഹി, ഷീ, ദേ ഇതെല്ലാം സബ്ജക്റ്റുകളല്ലേ. അപ്പോൾ ഈ സബ്ജക്റ്റിനോടൊപ്പം ആം, അതിൻ്റെ കൂടെ ആം ചേർക്കും. എന്നാൽ ഹി അല്ലെങ്കിൽ സിംഗുലറിൻ്റെ കൂടെ ഈസ് ചേർക്കും. പ്ലൂറലാണെങ്കിലോ ആർ ചേർക്കും. അപ്പോൾ ആം, ഈസ്, ആർ അതുപോലെ ഐ എൻ ജിയും ചേർത്ത് കഴിയുമ്പോൾ എന്താവും? നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ ചെയ്യുകയാണ് എന്ന പ്രവൃത്തി. അങ്ങനെയുള്ള പ്രവൃത്തികളിലേക്കാണ് ആം, ഈസ്, ആർ പ്ലസ് ഐ എൻ ജി ചേർക്കുന്നത്. മനസ്സിലായി കാണുമല്ലോ. അങ്ങനെയാണെങ്കിൽ കുട്ടികൾ ഇംഗ്ലീഷ് പഠിക്കുകയാണ്. ഞാൻ ഈ നിങ്ങൾക്ക് വളരെ സുപരിചിതമായ വെർബുകൾ എടുക്കുന്നത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെ പറയും? സ്റ്റുഡൻസ് ആർ സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. കുട്ടികൾ ഇംഗ്ലീഷ് പഠിക്കുകയാണ്. അവൾ അമ്മയെ സഹായിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താണ് അവൾ എന്നുള്ളതിന് ഷീ ആണ്. സഹായിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പം ഷീ ഈസ് ഹെൽപ്പിംഗ്. അവളുടെ അമ്മയെ, ഹെർ മദർ, ഷീ ഈസ് ഹെൽപ്പിംഗ് ഹെർ മദർ. ഓക്കെ. അവൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അവൻ എന്നുള്ളതിന് ഹീ ആണ് അല്ലേ. ഹീസ് പഠിപ്പിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതിന് ടീച്ചിങ്. ടീച്ചിങ് ഇംഗ്ലീഷ്. അവൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ അവർ പാടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് പാടുക എന്നുള്ളതിന് സിങ് അല്ലേ. അവർ എന്നുള്ളതിന് എന്താ? ദേ ആണ്. ദേ ആർ സിംഗിങ്. അവർ പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ ക്ലാസ്സുകൾ ലഭ്യമാകാൻ നിങ്ങൾ എൻ്റെ ക്ലാസ്സുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക. ഓക്കെ. ഇനി നമുക്ക് 1-2 ക്വസ്റ്റ്യനും കൂടെ ഒന്ന് നോക്കൂ. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹീസ് സ്പീക്കിംഗ്. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയല്ല. ഹീസ് നോട്ട് സ്പീക്കിംഗ്. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണോ? ഈസ് ഹി സ്പീക്കിംഗ്? അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയല്ലേ. ഈസിൻറ്റ് ഹി സ്പീക്കിംഗ്? അവൻ എന്താണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? വാട്ട് ഈസ് ഹി സ്പീക്കിംഗ്? ഇപ്പം ഞാനീ പറയുന്ന മലയാളം സെൻറ്റൻസുകൾ പറയുമ്പം എനിക്ക് മുമ്പേ തന്നെ നിങ്ങൾ ഇംഗ്ലീഷ് പറയാൻ ശ്രമിക്കണം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ആ ഇംഗ്ലീഷ് നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകും. ഇനി നമുക്ക് നോക്കേണ്ടത് നമ്മുടെ സ്പീക്കിംഗ് പ്രാക്ടീസിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അമ്മ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അവൾ പാടിക്കൊണ്ടിരിക്കുകയല്ല. തേർഡ് ക്വസ്റ്റ്യൻ അവൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണോ? ഫോർത്ത് ക്വസ്റ്റ്യൻ
അവർ വഴക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ക്വാറലിംഗ് ആണ്, ക്വാറൽ, വഴക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തത് അധ്യാപകൻ കുട്ടിയെ കളിയാക്കുകയാണ്. അധ്യാപകൻ ടീസാണ് കേട്ടോ, കുട്ടിയെ കളിയാക്കുകയാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഇംഗ്ലീഷ് നിങ്ങൾ എടുത്തെഴുതുക, എന്നിട്ട് കമൻറ്റുകളായിട്ട് ടൈപ്പ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് കുറച്ച് സെൻറ്റൻസ് തരാണ്. അപ്പോൾ നിങ്ങളത് കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ആ സെൻറ്റൻസുകൾ ഏതൊക്കെയാണ് അറിയാവുന്നതെന്ന് എടുത്തെഴുതുക. ശേഷം ഇനി വരുന്ന ഇതിൻ്റെ തുടർച്ചയായിട്ട് വരുന്നത് ഈ ഓരോ സെൻറ്റൻസുകളെയും ബേസ് ചെയ്ത് നിങ്ങൾക്ക് ഞാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് സംസാരിക്കാൻ നിങ്ങളെ സഹായിക്കും. അപ്പോൾ നോക്കൂ, എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങൾ കൂട്ടുകാരായിരുന്നു. എനിക്ക് അവളെ ഇഷ്ടമായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് സ്കൂളിൽ പോകാറുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അവൾ എൻ്റെ കൂടെ ഇല്ല. അവൾ മറ്റൊരു വിവാഹം കഴിച്ചു. എനിക്കവളെ വിവാഹം കഴിക്കാൻ സാധിക്കുമായിരുന്നു, പക്ഷേ ചെയ്തില്ല. ഇന്ന് അവൾ ഒരു അമ്മ മാത്രമല്ല, അനുഗ്രഹീതയായ ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ്. അവളെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു, പക്ഷേ എനിക്ക് പറയാൻ കഴിഞ്ഞില്ല. ഞാൻ പറയേണ്ടതായിരുന്നു. ദൈവം അവളെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇത്രയും സെൻറ്റൻസുകൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്കിതിൽ കൂടുതലും അറിയാമായിരിക്കും. പക്ഷേ ഇതോടൊപ്പം ഓരോ സെൻറ്റൻസിനോടുമൊപ്പം ഞാൻ ചേർത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഏറ്റവും അവസാനം വരെ ക്ലാസ് കാണുക. ഒപ്പം തന്നെ അവസാനം കൊടുത്തിരിക്കുന്ന സ്പീക്കിംഗ് പ്രാക്ടീസും കമൻറ്റ് ചെയ്യുക. ഈ ഒരു സെൻറ്റൻസസ് എല്ലാം നിങ്ങളവിടെ ഓരോ സെൻറ്റൻസുകളും ഇംഗ്ലീഷിൽ കമൻറ്റ് ചെയ്യാൻ നോക്കുക. എന്നിട്ട് നിങ്ങൾ ഏറ്റവും അവസാന ഭാഗത്ത് നോക്കുമ്പോൾ ഇതിൻ്റെ മൊത്തത്തിലുള്ള ആ ഒരു സെൻറ്റൻസസ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടും കൂടെ കമ്പയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നോക്കൂ, ഒന്നാമത്തെ സെൻറ്റൻസ് ഈ ഓരോന്നും നിങ്ങൾ ഓരോ സെൻറ്റൻസുകളായി തന്നെ എഴുതാൻ ശ്രമിക്കുക. ഒപ്പം നിങ്ങൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഇത് മാക്സിമം പേരിലേക്ക് എത്തിക്കാനും ശ്രമിക്കുക. അതിൽ ആദ്യം എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങൾ കൂട്ടുകാരായിരുന്നു. എൻ്റെ ചെറുപ്പത്തിൽ എന്ന് പറയുമ്പോൾ ഇൻ മൈ ചൈൽഡ്ഹുഡ്, അതറിയാമല്ലോ. ചൈൽഡ്ഹുഡ് ശൈശവം അല്ലെങ്കിൽ കുട്ടിക്കാലം, ബാല്യകാലം എന്നൊക്കെ പറയും. എൻ്റെ ചെറുപ്പകാലത്തിൽ ഇൻ മൈ ചൈൽഡ്ഹുഡ് ഞങ്ങൾ കൂട്ടുകാരായിരുന്നു. ഞങ്ങൾ എന്നതിന് വി ആണ്, കൂട്ടുകാർ ഫ്രണ്ട്സാണ്. ആയിരുന്നു എന്ന് പറയുമ്പോഴത്തേന് വിയുടെയും ഫ്രണ്ട്സിൻ്റെയും ഇടയ്ക്ക് ഏതാണോ അവിടെ ഓക്സിലറി വെർബ് ഏതാണ്. അപ്പോൾ ആയിരുന്നു എന്നാവുമ്പോൾ വെയർ, വാസ് അല്ലെങ്കിൽ വെയറാണ്. ഞങ്ങളിലായതുകൊണ്ട് അവിടെ എന്ത് വരും? വി വെയർ ഫ്രണ്ട്സ്. എന്നാൽ ഞങ്ങൾ കൂട്ടുകാരായിരുന്നു എന്നത് ഞങ്ങൾ കൂട്ടുകാരാണ് എന്നാണെങ്കിലോ വി വാസ് അല്ലെങ്കിൽ വെയർ എന്നതിൻ്റെ പ്രസൻറ്റ് ഫോം ഏതാണ്? ഈസ്, ആം, ആറാണ് അല്ലേ. അപ്പോൾ ഈ വിയുടെ കൂടെ ഏത് വരും അവിടെ? വി ആർ ഫ്രണ്ട്സ്. ഞാൻ കൂട്ടുകാരനാണ് എന്ന് പറയുകയാണെങ്കിലോ ആ വി ആർ മാറിയിട്ട് അവിടെ എന്ത് വരണം? നിങ്ങൾ തന്നെ ഇത് ഓരോന്നുമായിട്ട് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുക. ഞാൻ കൂട്ടുകാരനാണെന്ന് പറയുമ്പോൾ ഐ ആം എ ഫ്രണ്ട്, ഞാനൊരു കൂട്ടുകാരനാണ്. അപ്പോൾ ഞാനൊരു കൂട്ടുകാരൻ ആയിരുന്നു, അവളുടെ ഒരു കൂട്ടുകാരൻ ആയിരുന്നു എന്ന് വരുമ്പോൾ ആം മാറിയിട്ട് അവിടെ എന്ത് വരും? ഐ വാസ് ഹെർ ഫ്രണ്ട്. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ ആണ് അല്ലെങ്കിൽ അല്ല, ആണ് ഇന്നത്തെ ആകുന്നു എന്ന് വരുമ്പോൾ അവിടെ ആം, ഈസ്, ആർ എന്നതും ആയിരുന്നു എന്ന് വരുമ്പോഴത്തേക്ക് അതെന്താവും? വാസ് അല്ലെങ്കിൽ വേറും വരും. അപ്പോൾ ഇവിടെ ഞങ്ങൾ കൂട്ടുകാരായിരുന്നു, വി വെയർ ഫ്രണ്ട്സ്. എൻ്റെ ചെറുപ്പകാലത്ത് ഞങ്ങൾ കൂട്ടുകാരായിരുന്നു. ഇൻ മൈ ചൈൽഡ്ഹുഡ്, എൻ്റെ ചെറുപ്പകാലം, ഇൻ മൈ ചൈൽഡ്ഹുഡ് വി വെയർ ഫ്രണ്ട്സ്, ഞങ്ങൾ കൂട്ടുകാരായിരുന്നു. ഓക്കെ ആണല്ലോ. ആ സെൻറ്റൻസിൽ നിന്ന് കുറേ കാര്യങ്ങൾ മനസ്സിലായല്ലോ. എനിക്ക് അവളെ ഇഷ്ടമായിരുന്നു. എനിക്ക് അവളെ ഇഷ്ടമായിരുന്നു. അത് നമുക്ക് ഇഷ്ടം എന്നുള്ളതിന് ലവ് അല്ലെങ്കിൽ ലൈക്ക് ആണെങ്കിലോ. അപ്പം ഞാൻ അവളെ ഇഷ്ടപ്പെട്ടിരുന്നു അല്ലെങ്കിൽ എനിക്ക് അവളെ ഇഷ്ടമായിരുന്നു. ഐ ലവ്ഡ് ഹെർ അല്ലെങ്കിൽ ഐ ലൈക്ഡ് ഹെർ. വളരെ ഇഷ്ടമായിരുന്നു. ഐ ലവ്ഡ് ഹെർ വെരി മച്ച്, ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പം അവളെ വളരെ ഇഷ്ടമായിരുന്നു എന്നുള്ളത് അവളെ വളരെ ഇഷ്ടമാണ് എന്നാണെങ്കിലോ ഐ ലവ് ഹെർ.
അല്ലെങ്കിൽ ഐ ലൈക്ക് ഹെർ. അപ്പം ഐ ലൗഡ് എന്ന് വരുമ്പോൾ അവിടെ ഡിഡ് വെർബാണ് ഇഷ്ടമായിരുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് പറയുന്നത്. പക്ഷേ ഐ ലവ് ഹെർ വരുമ്പം ലവ് എന്നത് ഡു വെർബാണ്. എന്നാൽ അവൾക്ക് എന്നെ ഇഷ്ടമായിരുന്നു എന്ന് വരുമ്പോൾ എങ്ങനെ വരും? ആ ലൗഡ് അല്ലെങ്കിൽ ലൈക്ഡ് എങ്ങനെ വന്നു അങ്ങനെ തന്നെയാണ്. ഷീ ലൈക്ഡ് മീ, അവൾ എന്നെ ഇഷ്ടപ്പെട്ടിരുന്നു അല്ലെങ്കിൽ അവൾക്ക് എന്നെ ഇഷ്ടമായിരുന്നു. എന്നാൽ അവൾക്ക് എന്നെ ഇഷ്ടമാണ് അല്ലെങ്കിൽ അവൾ എന്നെ ഇഷ്ടപ്പെടുന്നു എന്നെങ്ങനെ പറയും? അതാണ് ഷീ ലൈക്സ് മീ അല്ലെങ്കിൽ ഷീ ലവ്സ് മീ. ഇവിടെ ഷീ എന്നത് സിംഗുലർ ആയതുകൊണ്ട് അവിടെ ഡസ് വെർബാണ് വരുന്നത്. അപ്പം ടു, ഡസ്, ഡിഡ് ഇത് മൂന്നിൻ്റെയും ആ യൂസേജ് അവിടെ നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഐ ലവ് ഹെർ, എനിക്കവളെ ഇഷ്ടമാണ് അല്ലെങ്കിൽ ഞാൻ അവളെ ഇഷ്ടപ്പെടുന്നു എന്ന് വരുമ്പോൾ എന്ത് വരും? അവിടെ ഐ ലവ് ഹെർ ഡു വെർബ് വരും. അവൾ എന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് വരുമ്പോൾ ഷീ ലവ്സ് മീ എന്ന് പറയും. അവിടെ എന്ത് വെർബാണ്? ഡസ് വെർബ് വരുന്നു. എന്നാൽ അവൾ എന്നെ ഇഷ്ടപ്പെട്ടിരുന്നു അല്ലെങ്കിൽ ഞാൻ അവളെ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് വരുമ്പോൾ ഡിഡ് വെർബ് വരും. ഐ ലവ്ഡ് ഹെർ അല്ലെങ്കിൽ ഐ ലൈക്ഡ് ഹെർ. അവൾ എന്നെ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് പറയുന്നതിനും സെയിം തന്നെയാണ്. ഷീ ലൈക്ഡ് മീ അല്ലെങ്കിൽ ഷീ ലവ്ഡ് മീ. ഓക്കെ, അപ്പം ഞാൻ അവളെ ഇഷ്ടപ്പെട്ടിരുന്നു, വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. പിന്നെന്താ നമ്മൾ പറഞ്ഞത്? അന്ന് ഞങ്ങൾ ഒരുമിച്ച് സ്കൂളിൽ പോകാറുണ്ടായിരുന്നു. ഇവിടെ പറഞ്ഞ ഈ ഒരു ഫോം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട് കുറേ പ്രാവശ്യം. പോകാറുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ പണ്ട് ചെയ്ത കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നൊരു പ്രവൃത്തിയെ എടുത്തു പറയുമ്പോൾ നമ്മൾ അവിടെ എന്താണ് ഉപയോഗിക്കേണ്ടത്? അവിടെയാണ് യൂസ്ഡ് ടു യൂസ് ചെയ്യുന്നത്. അപ്പോൾ യൂസ്ഡ് ടു യൂസ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് യൂസ്ഡ് ടുവിന് ചേർന്ന് വരുന്ന വെർബ് റൂട്ട് വെർബായിരിക്കും. അപ്പോൾ പോകാറുണ്ടായിരുന്നു എന്ന് വരുമ്പം യൂസ്ഡ് ടു ഗോ. അപ്പം ഞങ്ങൾ ഒരുമിച്ച് സ്കൂളിൽ പോകാറുണ്ടായിരുന്നു എന്ന് പറയുമ്പം വി യൂസ്ഡ് ടു ഗോ ടു സ്കൂൾ ടുഗദർ. ഒരുമിച്ച് എന്ന് പറയുമ്പോൾ ടുഗദർ ആണല്ലോ. അപ്പം സ്കൂളിൽ പോകാറുണ്ടായിരുന്നു, യൂസ്ഡ് ടു ഗോ ടു സ്കൂൾ. അവിടെ നമുക്ക് പറയേണ്ടത് വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം, യൂസ്ഡ് ടു എന്നത് എവിടെ വരുമ്പോഴും റൂട്ട് വെർബാന്ന് ഓർക്കുക. അതുപോലെ സ്ഥിരമായി ഒരു കാര്യം ചെയ്യാറുണ്ടായിരുന്നു എന്നൊരു ശീലം, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ എന്നും ലൈബ്രറിയിൽ പോകാറുണ്ടായിരുന്നു, ഐ യൂസ്ഡ് ടു ഗോ ടു ലൈബ്രറി. അവൻ സ്ഥിരമായി ഇംഗ്ലീഷ് പഠിക്കാറുണ്ടായിരുന്നു, ഹി യൂസ്ഡ് ടു സ്റ്റഡി ഇംഗ്ലീഷ്. അവർ എല്ലാ ദിവസവും ഫുട്ബോൾ കളിക്കാറുണ്ടായിരുന്നു, ദേ യൂസ്ഡ് ടു പ്ലേ ഫുട്ബോൾ എവ്രി ഡേ. അപ്പോൾ യൂസ്ഡ് ടു എന്ന് പറയുമ്പോൾ എപ്പോഴും മനസ്സിലാക്കിക്കോണം, സ്ഥിരമായി ചെയ്യുന്ന ഒരു പ്രവൃത്തി, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയെ പറ്റി നമ്മൾ മുമ്പ് നടന്നത് പറയുമ്പോഴാണ് അവിടെ യൂസ്ഡ് ടു ചേർക്കുന്നതെന്നും യൂസ്ഡ് ടുവിന് ശേഷം വരുന്നത് റൂട്ട് വെർബ് ആയിരിക്കും എന്നുള്ളതും മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അപ്പം അവിടെ നമ്മളിപ്പോൾ പറഞ്ഞത് ഞങ്ങൾ എന്നും സ്കൂളിൽ ഒരുമിച്ച് പോകാറുണ്ടായിരുന്നു, പക്ഷേ ഇന്നവൾ എൻ്റെ കൂടെ ഇല്ല. അപ്പം ചൈൽഡ്ഹുഡിലെ കാര്യമാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. എന്തൊക്കെയായിരുന്നു ചെയ്യാറുണ്ടായിരുന്നു, പോകാറുണ്ടായിരുന്നു ഉള്ള കാര്യങ്ങൾ നമ്മൾ സ്കൂളിൽ പോകാറുണ്ടായിരുന്നു പണ്ടത്തെ കാര്യമാണ്. പക്ഷേ ഇന്ന് അവൾ എൻ്റെ കൂടെയില്ല. അവിടെ പക്ഷേ എന്ന് പറയുമ്പം എന്താണ് അവിടെ വരുന്നത്? ബട്ട് അല്ലെങ്കിൽ ആൻഡ്, ഇഫ്, ദോ, ആസ് വെൽ ആസ്, ഇതിനൊക്കെ നമ്മൾ മൊത്തത്തിലൊരു പേര് പറയും, അതാണ് കൺജങ്ഷൻ. അതായത് അങ്ങനെയൊക്കെ ആണെങ്കിലും ഇന്ന് എൻ്റെ കൂടെ ഇല്ല എന്ന് വരുമ്പം അവിടെ ഒരു ഫസ്റ്റ് നമ്മൾ പറഞ്ഞ കുറേ കാര്യങ്ങൾ ഇഷ്ടമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഇല്ല, നേരെ ഓപ്പോസിറ്റ് കാര്യം ഇപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കോൺട്രാസ്റ്റുകൾ വരുമ്പോൾ, അതായത് രണ്ട് വ്യത്യസ്തപരമായ കാര്യങ്ങൾ, ഹീ ഈസ് ഓണസ്റ്റ് ബട്ട് പുവർ, അവൻ സത്യസന്ധനാണ് പക്ഷെ പാവപ്പെട്ടവനാണ്. അപ്പം അവിടെ ആ രണ്ട് കാര്യങ്ങളും കോൺട്രാസ്റ്റാണ്, ഓപ്പോസിറ്റായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ മലയാളത്തിൽ എങ്കിലും അല്ലെങ്കിൽ എന്നാൽ എന്നൊക്കെ പറയുന്നതിന് പകരമാണ് നമ്മൾ ബട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ആൻറ്റിന് നമുക്ക് എന്നുള്ളൊരു രാജുവും റാണിയും
രാജു ആൻഡ് റാണി ഇങ്ങനെയുള്ള അർത്ഥത്തിൽ. അതുപോലെ ഇഫ് എന്ന് പറയുമ്പോൾ എങ്കിൽ എന്നുള്ള അർത്ഥം, ദോ, അതുപോലെ ആസ് വെൽ ആസും ആൻഡ് എന്നുള്ളൊരു അർത്ഥത്തിലാണ് ആസ് വെൽ ആസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് കൺജങ്ഷൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സിലാണ് ബട്ട് വരുന്നത്. അപ്പം ബട്ട് ഇന്നവൾ എൻ്റെ കൂടെ ഇല്ല എന്ന് പറയുമ്പോൾ ഇന്ന് ടുഡേ അവൾ എൻ്റെ കൂടെ ഇല്ല എങ്ങനെ വരും? ഷീ ഈസ് നോട്ട് വിത്ത് മീ. അവൾ എൻ്റെ കൂടെ ഇല്ല. ഇവിടെ എൻ്റെ കൂടെ എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഐ എന്ന് പറയുന്ന ഒരു പ്രോനൗണിൽ നിന്ന് നമുക്ക് പല വാക്കുകൾ ഉണ്ടാക്കാൻ പറ്റും. മുമ്പുള്ള ക്ലാസ്സുകളിൽ ഞാനത് പറയുന്നുണ്ട്. ഇപ്പം ഐ എന്ന് പറയുമ്പോൾ അവിടെ ഞാനെന്നാണ്. ഓക്കെ, ആ ഐ എന്നതിൽ നിന്നാണ് ഇപ്പം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഐ ലവ് യു. ഓക്കെ, എന്നാൽ നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് വരുമ്പം അവിടെ യു ലവ് ഐ അല്ല പറയുന്നത്, എന്നെ എന്നുള്ളതിന് നമുക്ക് യു ലവ് മീ എന്നാണ് പറയുന്നത്. ഐയുടെ അതേത് ഒബ്ജക്റ്റിലേക്ക് വരുമ്പം ആ ഐ എന്നുള്ളത് സ്വാഭാവികമായിട്ട് മീയിലേക്ക് മാറും. ഓക്കെ, എന്നാൽ ഇത് എൻ്റെ സിസ്റ്ററാണ് എന്ന് വരുമ്പോൾ ദിസ് ഈസ് മൈ സിസ്റ്റർ. എന്നാൽ ഈ സിസ്റ്റർ എൻ്റേതാണ്, എൻ്റേത് എന്ന് വരുമ്പം ഈ മൈ എന്നുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് എന്തായിട്ട് മാറും? മൈൻ എന്നായി മാറും, MINE. അപ്പം ഐ ലവ് യു, യു ലവ് മീ, ദിസ് ഈസ് മൈ സിസ്റ്റർ, ദിസ് സിസ്റ്റർ ഈസ് മൈൻ, MINE. ഓക്കെ, ഇവിടെ ഐ എന്നതിൽ നിന്ന് നമ്മൾ മീ, മൈ, മൈൻ ഇത്രയും പ്രോനൗൺസ് ഉണ്ടാക്കി. ഇപ്പം എനിക്കൊരു പേനയുണ്ട്, ഐ ഹാവ് എ പെൻ. ഈ പേന ഇത് എൻ്റെ പേനയാണ്, ദിസ് ഈസ് മൈ പെൻ. ഓക്കെ, വീണ്ടും ഈ പേന എൻ്റേതാണെന്ന് പറയാൻ ദിസ് പെൻ ഈസ് മൈൻ, MINE. ഓക്കെ, അവൻ എന്നെ സ്നേഹിക്കുന്നു, ഹീ ലവ്സ് മീ. അപ്പോൾ അവിടെ ഐ, മീ, മൈ, മൈൻ. ഓക്കെ, അത് മനസ്സിലായല്ലോ. അപ്പോൾ ഇന്ന് അവൾ എൻ്റെ കൂടെ ഇല്ല, ഷീസ് നോട്ട് വിത്ത് മീ. വിത്ത് മീ എൻ്റെ കൂടെ, വിത്ത് മീ എൻ്റെ കൂടെ ഇല്ല. അപ്പം എന്താണ്? അവൾ മറ്റൊരാളെ വിവാഹം കഴിച്ചു. മറ്റാരെയോ, നമുക്കറിയില്ല ആരാന്ന്. ഓക്കെ, അതെങ്ങനെ വരും? അവൾ വിവാഹം കഴിച്ചു എന്ന് പറയുമ്പം ഷീ മാരീഡ് മറ്റൊരാളെ someone else. അവിടെ ആ സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ ഒന്ന് ശ്രദ്ധിച്ചോണം. നമ്മൾ ഏത് കാര്യം പറയുമ്പോഴും നമ്മൾ മലയാളത്തിലാണെങ്കിൽ ഏറ്റവും അവസാനമാണ് പ്രവൃത്തി പറയുന്നത്. അവൾ സ്കൂളിൽ പോയി, അവൾ പോയി സ്കൂളിൽ നിന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്. അതുപോലെ അവൾ വിവാഹം കഴിച്ചു മറ്റൊരാളെ, അപ്പം ഷീ മാരീഡ് someone else. ഓക്കെ, അപ്പോൾ ഇവിടെ ഷീ മാരീഡ് someone else എന്നാൽ അവൾ മറ്റൊരാളെ വിവാഹം കഴിച്ചില്ല എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെ വരും? ഈ മാരീഡ് എന്നുള്ളതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ എന്താവും? ഡിഡ് പ്ലസ് മാരി ആണല്ലോ. ഡിഡ് അല്ലേ അവിടെ ആഡ് ചെയ്തിരിക്കുന്നത്, മാരീഡ്. അപ്പോൾ ഡിഡ് അല്ലേ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നോട്ട് ആഡ് ചെയ്യുമ്പോൾ എന്താവും? ഷീ ഡിഡ് നോട്ട് മാരി. പിന്നെ വിവാഹം കഴിച്ചില്ല എന്ന് പറയുമ്പോൾ മാരിയുടെ കൂടെ പിന്നെ ഇടി ആഡ് ചെയ്യരുത്. ഷീ ഡിഡ് നോട്ട് മാരി. വിവാഹം കഴിച്ചില്ല എന്ന് പറയുകയാണെങ്കിൽ ഷീ ഡിഡ് നോട്ട് മാരി. ഓക്കെ, ഷീ ഡിഡ് നോട്ട് മാരി. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, വിവാഹം കഴിച്ചോ? നമ്മളിപ്പോൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവൾ വിവാഹം കഴിച്ചോ എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്ത് പറയും? ഷീ മാരീഡ് എന്നുള്ളതിൽ ഡിഡ് ഇങ്ങ് പുറത്തെടുക്കുക. എന്നിട്ട് എങ്ങനെ എഴുതും? ഡിഡ് ഷീ മാരി, അവൾ വിവാഹം കഴിച്ചോ? എന്നാൽ വീണ്ടും ചോദിക്കുക, അവൾ വിവാഹം കഴിച്ചില്ലേ? അപ്പോൾ ഡിഡിൻ്റെ കൂടെ നോട്ട് ആഡ് ചെയ്യുന്നു, ഡിഡിൻറ്റ് ഷീ മാരി, അവൾ വിവാഹം കഴിച്ചില്ലേ? അപ്പോൾ നോക്കൂ, ഒരു സെൻറ്റൻസ്, അവൾ വിവാഹം കഴിച്ചു, ഷീ മാരീഡ്. അവൾ വിവാഹം കഴിച്ചില്ല, ഷീ ഡിഡ് നോട്ട് മാരി. അവൾ വിവാഹം കഴിച്ചോ? ഡിഡ് ഷീ മാരി. അവൾ വിവാഹം കഴിച്ചില്ലേ? ഡിഡിൻ ഷീ മാരി. നോക്കൂ, ഒറ്റ സെൻറ്റൻസിൽ നിന്നാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അവൾ മറ്റൊരാളെ വിവാഹം കഴിച്ചു, ഷീ മാരീഡ് someone else. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് സെൻറ്റൻസ് നമുക്ക് എടുത്താലും ആ സെൻറ്റൻസിൽ നിന്ന് ഇംഗ്ലീഷിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആക്കാൻ പറ്റും. ഇപ്പോൾ ഇതിനകത്ത് തന്നെ ഞാൻ പറഞ്ഞു, അവൾ വിവാഹം കഴിച്ചു എന്നുള്ളത് ഷീ മാരീഡാണ് അല്ലേ. അവിടെ വിവാഹം കഴിച്ചില്ല എന്ന് പറയുമ്പോൾ ഒരു കഴിച്ചില്ല എന്നുള്ളതിൻ്റെ നോട്ട് ആഡ് ചെയ്യുമ്പോൾ ഷീ ഡിഡ് നോട്ട് മാരിയായി. എന്നാൽ നമ്മൾ വിവാഹം കഴിച്ചോ എന്ന് ചോദിക്കുമ്പം മലയാളത്തിലും നമ്മൾ പ്രത്യേകിച്ചൊന്നും ആഡ് ചെയ്യത്തില്ല. വിവാഹം കഴിച്ചു എന്നുള്ളതിനെ ചോദ്യമാക്കുമ്പം കഴിച്ചോ കഴിഞ്ഞൊരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കത്തേ ഉള്ളൂ.
അതുപോലെ തന്നെ ഇംഗ്ലീഷിലും ഈ ഷീ മാരീഡിലെ ഡിഡിനെ എടുത്ത് ആദ്യം ഒന്ന് എഴുതുക മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡിഡ് ഷീ മാരി. അപ്പോൾ അവൾ വിവാഹം കഴിച്ചില്ല എന്നുള്ളത് അവിവാഹം കഴിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ചോദിച്ചിനെ ഇടുന്നു ഇല്ലേന്നാക്കുന്നു, ഇല്ല എന്നുള്ളതിനെ ഇല്ലേന്നാക്കുന്നു. അത് തന്നെയാണ് ഇംഗ്ലീഷിലും. ഷീ ഡിഡ് നോട്ട് മാരിയിലെ ഡിഡ് നോട്ട് എടുത്ത് ആദ്യം എഴുതിയിട്ട് ഡിഡിൻ ഷീ മാരി, അവൾ വിവാഹം കഴിച്ചില്ലേ. അപ്പോൾ എളുപ്പമായില്ലേ. അപ്പോൾ ആ സെൻറ്റൻസിൽ നിന്ന് കുറേ സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ പഠിച്ചല്ലോ. അപ്പം അടുത്ത സെൻറ്റൻസിലേക്ക് നോക്കൂ. ഇപ്പം നമ്മൾ വെറും 3-4 സെൻറ്റൻസിനകത്തു നിന്നാണ് ഇത്രമാത്രം സെൻറ്റൻസുകൾ പഠിച്ചത്. എനിക്ക് അവളെ വിവാഹം കഴിക്കാൻ സാധിക്കുമായിരുന്നു. അന്ന് ഞാനവളെ സ്നേഹിച്ച സമയത്ത് അവളെ എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റുമായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ ചെയ്തെന്നാണോ? അല്ല, ചെയ്തില്ലെന്നാ. അപ്പം പക്ഷേ ചെയ്തില്ല. മനസ്സിലായോ? അവളെ എനിക്ക് വിവാഹം കഴിക്കാൻ സാധിക്കുമായിരുന്നു. അവിടെ എനിക്ക് ആയി. വിവാഹം കഴിക്കാൻ സാധിക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ അവിടുത്തെ സെൻറ്റൻസ് മനസ്സിലാക്കി വെച്ചോളുക. ഐ കുഡ് ഹാവ് മാരീഡ് ഹെർ. ഐ കുഡ് ഹാവ് മാരീഡ് ഹെർ. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് ഐ കുഡ് മാരി എന്നാണെങ്കിൽ എനിക്ക് വിവാഹം കഴിക്കാൻ കഴിഞ്ഞു. എനിക്ക് വിവാഹം കഴിക്കാൻ കഴിഞ്ഞു എന്നാണ് ഐ കുഡ് മാരി. എന്നാൽ ഐ ഹാവ് മാരീഡ് എന്ന് പറഞ്ഞാൽ ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ടെന്നാണ്. എന്നാൽ ഇതെല്ലാം മാറ്റിയിട്ട് കുഡ് ഹാവ് മാരീഡ് എന്ന് പറയുമ്പോൾ എനിക്ക് വിവാഹം കഴിക്കാൻ സാധിക്കുമായിരുന്നു, പക്ഷേ ചെയ്തില്ല. ബട്ട് ഐ ഡിഡിൻറ്റ്. നോക്കൂ, അപ്പം ഐ ഹാവ് മാരീഡ് എന്ന് പറയുന്നത് ഹാസ് ഹാവ് ചേർക്കാൻ നിങ്ങൾക്കറിയാം. ഞാൻ ഐ ഹാവ് പ്ലേഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്. ഐ ഹാവ് സ്റ്റഡീഡ് എന്ന് വെച്ചാൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഐ ഹാവ് മാരീഡ്, ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ട്. ഐ കുഡ് മാരി എന്ന് പറയുമ്പോൾ ഐ കുഡ് എന്ന് കഴിഞ്ഞാൽ പിന്നെ ഇ ഡി ചേർക്കില്ല കേട്ടോ. ഹാവ് വരുമ്പോൾ ഇ ഡി വരണം, കാരണം V3 ആണ്. ഐ കുഡ് മാരി എന്ന് പറയുമ്പോൾ അവിടെ എന്ത് വരും? എനിക്ക് വിവാഹം കഴിക്കാൻ കഴിഞ്ഞു. എനിക്ക് വിവാഹത്തിന് കഴിഞ്ഞു. അപ്പം ചെയ്തു എന്നാണ്. മനസ്സിലായോ? പക്ഷേ കുഡും ഹാവും ഒന്നിച്ച് വന്ന് V3 വരുമ്പോഴത്തേന് എന്താവും? അത് ചെയ്തില്ലെന്നാണ്. എനിക്ക് കഴിക്കാൻ സാധിക്കുമായിരുന്നു, ബട്ട് ഐ ഡിഡിൻറ്റ്. പക്ഷേ ഞാൻ ചെയ്തില്ല. പിടികിട്ടിയോ? ഇപ്പം ഐ കുഡ് ഹാവ് എവിടെ വന്നാലും മനസ്സിലാക്കിക്കോണം ചെയ്യാൻ സാധിക്കുമായിരുന്നു എന്നാണ്. എനിക്ക് പഠിക്കാൻ സാധിക്കുമായിരുന്നു, ഐ കുഡ് ഹാവ് സ്റ്റഡീഡ്. എനിക്ക് കളിക്കാൻ സാധിക്കുമായിരുന്നു, ഐ കുഡ് ഹാവ് പ്ലേഡ്. പക്ഷേ ഞാൻ കളിച്ചില്ലെന്നാണ്, ബട്ട് ഐ ഡിഡിൻറ്റ്. പക്ഷേ ഞാൻ ചെയ്തില്ല. ഓക്കെ. അവന് പഠിപ്പിക്കാൻ കഴിയുമായിരുന്നു, ഹി കുഡ് ഹാവ് ടോട്ട്. ടീച്ചിൻ്റെ V3 ഏതാണ്? ടോട്ട്. ഓക്കെ, ഹി കുഡ് ഹാവ് ടോട്ട്. അവൾക്ക് പോകാൻ കഴിയുമായിരുന്നു, ഷീ കുഡ് ഹാവ് ഗോൺ. പക്ഷെ അവൾ പോയില്ലെന്നാണ്. ഓക്കെ. അപ്പോൾ ഇവിടെയൊക്കെ പറയുന്നത് എനിക്കത് ചെയ്യാൻ സാധിക്കുമായിരുന്നു, പക്ഷേ ഞാൻ ചെയ്തില്ല. ഓക്കെ. അപ്പോൾ അതിനെല്ലാം അവിടെ ഉപയോഗിക്കുന്നത് കുഡ് ഹാവ് പ്ലസ് V3 ആണ്. അപ്പോൾ എനിക്ക് അവളെ വിവാഹം കഴിക്കാൻ അന്ന് പറ്റുമായിരുന്നു, പക്ഷേ ഞാൻ ചെയ്തില്ല. ഐ കുഡ് ഹാവ് മാരീഡ് ഹെർ ബട്ട് ഐ ഡിഡിൻറ്റ്. ഓക്കെ, അത് പിടികിട്ടിയോ? അടുത്ത സെൻറ്റൻസ് നോക്കാം. അവളോട് ഞാൻ എൻ്റെ മനസ്സ് തുറക്കേണ്ടതായിരുന്നു. അപ്പം തുറന്നില്ലെന്നല്ലേ. അപ്പം മനസ്സ് തുറക്കുക എന്ന് പറയുമ്പം എന്താണ്? ഓപ്പൺ മൈ ഹാർട്ടാണ് അല്ലേ? എൻ്റെ മനസ്സ് തുറക്കുക. പക്ഷേ ഇവിടെ തുറക്കേണ്ടതായിരുന്നു എന്ന് പറയുമ്പം തുറന്നിട്ടില്ലെന്നാണ്. അപ്പോൾ ചെയ്യേണ്ടതായിരുന്നു, പോകേണ്ടതായിരുന്നു എന്നൊക്കെ വരുമ്പോൾ നമുക്ക് പറയാവുന്നതാണ് ഷുഡ് ഹാവ് പ്ലസ് V3. അപ്പോൾ അവിടെ എങ്ങനെ പറയും? ഐ ഷുഡ് ഹാവ് ഓപ്പൺഡ് മൈ മൈൻഡ് അല്ലെങ്കിൽ മൈ ഹാർട്ട് ബിഫോർ ഹെർ. അവളുടെ അടുത്ത് ഞാൻ എൻ്റെ മനസ്സ് തുറക്കേണ്ടതായിരുന്നു. അപ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു യൂസേജാണത്, ഐ ഷുഡ് ഹാവ് ഓപ്പൺഡ്. അപ്പം ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ്? അത് ഞാൻ അങ്ങനെ ചെയ്തില്ല, ഐ ഡിഡിൻറ്റ് ഓപ്പൺ. അതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ. ഇപ്പം അവൻ സ്കൂളിൽ പോകേണ്ടതായിരുന്നു എന്ന് വരുമ്പോൾ എങ്ങനെ വരും? ഹി ഷുഡ് ഹാവ് ഗോൺ ടു സ്കൂൾ. അവൾ അത് പഠിക്കേണ്ടതായിരുന്നു, ഷീ ഷുഡ് ഹാവ് സ്റ്റഡീഡ് ദാറ്റ് ലെസൺ. അവർ എന്നോട് പറയേണ്ടതായിരുന്നു, ദേ ഷുഡ് ഹാവ് സെറ്റ് മീ ദാറ്റ്. അതെന്നോട് പറയേണ്ടതായിരുന്നു. അപ്പം ഇവിടെ മനസ്സിലാക്കിക്കൊള്ളുക, ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാതിരുന്നു പക്ഷേ അത് ചെയ്യേണ്ടതായിരുന്നു എന്ന് വരുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ അതാണ് പറയുന്നത്, എന്ത്? അവളോട് ഞാൻ എൻ്റെ മനസ്സ് തുറക്കേണ്ടതായിരുന്നു. എന്താണ്? ഐ ഷുഡ് ഹാവ് ഓപ്പൺഡ് മൈ ഹാർട്ട് ടു ഹെർ. ഐ ഷുഡ് ഹാവ് ഓപ്പൺഡ് മൈ ഹാർട്ട് ടു ഹെർ. അപ്പം ഞാൻ എന്ത് ചെയ്തില്ല? ഞാൻ എൻ്റെ മനസ്സ് ഓപ്പൺ ആക്കിയില്ല. അപ്പം അതുകൊണ്ട് അവൾ അറിഞ്ഞിട്ടുമില്ല. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്ത് നോക്കൂ.
ഇന്ന് അവളൊരമ്മ മാത്രമല്ല, അനുഗ്രഹീതയായ ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ്. ഇന്ന് അവളൊരു അമ്മയാണ് എന്ന് പറയുമ്പോൾ എന്ത് പറയും? ടുഡേ ഷീ ഈസ് എ മദർ. അവളൊരു അമ്മയാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട്, അവളുടെ അമ്മ മാത്രമല്ല, അവളൊരു അനുഗ്രഹീതയായ ആർട്ടിസ്റ്റ് കൂടിയാണ്. ഓക്കെ, അപ്പോൾ എന്ത് പറയും അവിടെ എങ്ങനെയാണ് വരുന്നത്? ഷീ ഈസ്, അവൾ ഒന്നല്ല വേറൊന്നും കൂടെ ഒന്ന് പറയുമ്പോൾ നമ്മൾ ചേർക്കണം നോട്ട് ഓൺലി എ മദർ ബട്ട് ഓൾസോ എ ടാലൻറ്റഡ് അല്ലെങ്കിൽ ബ്ലെസ്ഡ് ആർട്ടിസ്റ്റ്. ഷീ ഈസ് നോട്ട് ഓൺലി എ മദർ ബട്ട് ഓൾസോ എ ടാലൻറ്റഡ് ആർട്ടിസ്റ്റ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു നോട്ട് ഓൺലി ബട്ട് ആൾസോയുടെ ഉപയോഗം, അത് മനസ്സിലാക്കിക്കോണം ഇതിൻ്റെ കൂടെ. അപ്പം അവൾ ഒരു ഡാൻസർ മാത്രമല്ല, അവളൊരു പാട്ടുകാരി കൂടിയാണ്, ഗായിക കൂടിയാണെന്ന് എങ്ങനെ പറയും? ഷീ ഈസ് നോട്ട് ഓൺലി എ ഡാൻസർ ബട്ട് ഓൾസോ എ മ്യൂസീഷ്യൻ. ഓക്കെ, അപ്പോൾ അവിടെ നോക്കൂ, നോട്ട് ഓൺലി ബട്ട് ഓൾസോയുടെ യൂസാണ് അവിടെ വരുന്നത്. അവളൊരു അമ്മ മാത്രമല്ല, അവൾ പിന്നെന്താണ്? അവൾ ഒരു അനുഗ്രഹീതയായ കലാകാരി കൂടിയാണ്. അത് പിടികിട്ടിയോ? അതായത് അവിടെ നമുക്ക് പറഞ്ഞപ്പോൾ നമ്മളിപ്പോൾ ഇത് മാത്രമല്ല അതുകൂടെയാണ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് നോട്ട് ഓൺലി ബട്ട് ഓൾസോ ആഡ് ചെയ്യാം. ഓക്കെ, അവളെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു. അപ്പോൾ എന്ത് പറയും? സ്നേഹിച്ചിരുന്നു എന്ന് പറയുമ്പം ലൗഡ്. ഐ ലൗഡ് ഹർ വെരി മച്ച്. വെരി മച്ച് എന്നോ ടു മച്ച് എന്നോ സോ മച്ച് എന്നോ ഒക്കെ പറയാം, എ ലോട്ട് എന്നും പറയാം. ഐ ലൗഡ് ഹർ എ ലോട്ട്. ഐ ലൗഡ് ഹർ വെരി മച്ച്. അവളെ ഞാൻ നന്നായി സ്നേഹിച്ചിരുന്നു. പിന്നെന്താ പറയുന്നത്? പക്ഷേ എനിക്ക് പറയാൻ കഴിഞ്ഞില്ല. എനിക്ക് പറയാൻ കഴിയും എന്നാണെങ്കിൽ ഐ ക്യാൻ സേ. എനിക്ക് പറയാൻ കഴിഞ്ഞില്ല എന്ന് വരുമ്പോഴോ? കഴിഞ്ഞു എന്നാണെങ്കിൽ എന്ത് വരും? ഐ കുഡ് സേ. എനിക്ക് പറയാൻ കഴിഞ്ഞു. എനിക്ക് പറയാൻ കഴിഞ്ഞില്ല എന്നാണെങ്കിൽ ഐ കുഡിൻറ്റ് സേ ഇറ്റ് ദെൻ. അന്ന് എനിക്കത് പറയാൻ കഴിഞ്ഞില്ല. അപ്പം എനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല, ഐ കുഡിൻറ്റ് സ്റ്റഡി. എനിക്ക് പഠിക്കാൻ കഴിഞ്ഞു എന്നാണെങ്കിലോ ഐ കുഡ് സ്റ്റഡി. പക്ഷെ അടുത്ത സെൻറ്റൻസ് നോക്കൂ, ഞാൻ പറയേണ്ടതായിരുന്നു. ഇത് നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ പഠിച്ചതാണ്. ഞാൻ പറയേണ്ടതായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞില്ല എന്നല്ലേ. അപ്പം പറയേണ്ടതായിരുന്നു എന്ന് പറയുമ്പം ഐ ഷുഡ് ഹാവ് സെറ്റ്. ഷുഡ് ഹാവ് പ്ലസ് V3 വരുന്നിടത്തെല്ലാം എന്താണ്? പറയേണ്ടതായിരുന്നു, പോകേണ്ടതായിരുന്നു. ഹി ഷുഡ് ഹാവ് ഗോൺ. അവൾ പഠിക്കേണ്ടതായിരുന്നു, ഷീ ഷുഡ് ഹാവ് സ്റ്റഡീഡ്. അവൻ പറയേണ്ടതായിരുന്നു, ഹി ഷുഡ് ഹാവ് സെറ്റ്. അപ്പോൾ ഇതെന്താ പറയുന്നത്? ഞാൻ അവളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു, എനിക്ക് പറയാൻ കഴിഞ്ഞില്ല, ഞാൻ പറയേണ്ടതായിരുന്നു, ഐ ഷുഡ് ഹാവ് സെറ്റ്. ഞാൻ അവളോടത് പറയേണ്ടതായിരുന്നു. ദൈവം അവളെ അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് ഹർ. മേ ഇവിടെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കൂ. അതൊരു ബ്ലെസ് കൊടുക്കാൻ, ഒരു ശാപം കൊടുക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ നമുക്ക് മേ ഉപയോഗിക്കാം. മേ അല്ലാതെ ഉപയോഗിക്കാറുണ്ട്. അതെങ്ങനെയാണെന്നറിയോ? അതായത് ഇപ്പം നമ്മൾ മേ ഉപയോഗിക്കുമ്പം ഞാൻ അകത്തേക്ക് വരട്ടെ എന്ന് ചോദിക്കാൻ മേ ഐ കം ഇൻ. ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യട്ടെ, മേ ഐ ഹെൽപ്പ് യു. ഇങ്ങനെ മേ യൂസ് ചെയ്യാം. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഉപയോഗമാണ് ഈ പ്രാർത്ഥിക്കാൻ. അതായത് നിന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ, മേ ഗോഡ് ബ്ലെസ് യു. ഇങ്ങനെ നമുക്ക് മേ യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കുഞ്ഞു പാരഗ്രാഫിൽ നിന്ന് വളരെ അധികം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതട്ടെ. കാരണം ഇത് ഏറ്റവും പ്രധാനമാണ്. ഇനി ഞാൻ ഏറ്റവും അവസാനം ഇതുപോലെ ഒരു പാരഗ്രാഫ് കൊടുത്തിരിക്കുന്നത്, നിങ്ങൾ അത് കറക്റ്റായിട്ട് അവിടെ എഴുതാൻ നോക്കുക. ഏറ്റവും ആ ക്വസ്റ്റ്യൻ തീർന്ന് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ആൻസറും ഞാനവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൂടെ നിങ്ങളൊന്ന് നോക്കി പോവുക. അപ്പോൾ ഇവിടെ നോക്കൂ, എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങൾ കൂട്ടുകാരായിരുന്നു. വി വെയർ ഫ്രണ്ട്സ് വെൻ ഐ വാസ് യങ്ങർ. അല്ലെങ്കിൽ ഇൻ മൈ ചൈൽഡ്ഹുഡ് വി വെയർ ഫ്രണ്ട്സ്. എനിക്ക് അവളെ വളരെ ഇഷ്ടമായിരുന്നു. ഐ ലൈക്ഡ് ഹർ വെരി മച്ച്. പിന്നെയോ, അന്ന് ഞങ്ങൾ ഒരുമിച്ച് സ്കൂളിൽ പോകുമായിരുന്നു. ഇപ്പോൾ പോകും അല്ലെങ്കിൽ പോകാറുണ്ടായിരുന്നു എന്ന് പറയുന്നത് സ്ഥിരമായി ചെയ്യുന്നൊരു കാര്യമാകുമ്പം യൂസ്ഡ് ടു നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ എങ്ങനെ എഴുതാം? വി യൂസ്ഡ് ടു ഗോ ടു സ്കൂൾ ടുഗദർ. അന്നാണ് ദാറ്റ് ഡേ, അന്ന്. ഓക്കെ, പക്ഷെ ഇന്നവൾ എൻ്റെ കൂടെ ഇല്ല. ബട്ട് ടുഡേ, ഇന്ന്, ഷീ ഈസ് നോട്ട് വിത്ത് മീ. ഇന്നവൾ എൻ്റെ കൂടെ ഇല്ല. അവൾ മറ്റൊരാളെ വിവാഹം കഴിച്ചു. ഷീ മാരീഡ്
someone else. എനിക്കവളെ വിവാഹം കഴിക്കാൻ സാധിക്കുമായിരുന്നു. I could have married her. പക്ഷേ ഞാൻ ചെയ്തില്ല. But I didn't. അവളോട് ഞാൻ എൻ്റെ മനസ്സ് തുറക്കേണ്ടതായിരുന്നു. I should have opened my heart to her. ഞാൻ അവളോട് എൻ്റെ മനസ്സ് തുറക്കേണ്ടതായിരുന്നു. I should have opened my heart to her. ഇന്ന് അവൾ ഒരു അമ്മ മാത്രമല്ല, ഒരു അനുഗ്രഹീതയായ ആർട്ടിസ്റ്റ് കൂടിയാണ്. ടുഡേ ഷീ ഈസ് നോട്ട് ഓൺലി എ മദർ ബട്ട് ഓൾസോ എ ബ്ലെസ്ഡ് ആർട്ടിസ്റ്റ്. അവിടെ ഒരു നോട്ട് ഓൺലി ബട്ട് ഓൾസോ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാൻ അവളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. ഐ ലവ്ഡ് ഹെർ എ ലോട്ട്. എനിക്ക് അവളോട് പറയാൻ കഴിഞ്ഞില്ല. ഐ കുഡൻറ്റ് ടെൽ ഹെർ. ഞാൻ അവളോട് പറയേണ്ടതായിരുന്നു. ഐ ഷുഡ് ഹാവ് സെഡ്. ഓക്കെ, ദൈവം അവളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് ഹെർ. ഓക്കെ, ഇവിടെ നമുക്ക് ധാരാളം പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അതായത് ഇവിടെ നമ്മളിപ്പോൾ പഠിച്ചതിനകത്ത് ഡു, ഡസ്, ഡിഡിൻ്റെ ഉപയോഗങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ക്യാൻ, കുഡ് പറഞ്ഞു, മേ പറഞ്ഞു, ഒപ്പം ഷുഡ് ഹാവ് പ്ലസ് V3 പറഞ്ഞു, കുഡ് ഹാവ് പ്ലസ് V3 പറഞ്ഞു, ഡിഡ് യു, യു ഡിഡ്, ഡിഡിൻറ്റ് യു, യു ഡിഡിൻറ്റ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു ഇല്ലേ. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു പാരഗ്രാഫിൽ നിന്ന് കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ വളരെ നന്നായിട്ട് ഓരോ സെൻറ്റൻസുകളും ലൈൻ ബൈ ലൈനായിട്ട് എഴുതിയെടുത്തതിന് ശേഷം ഇതുപോലുള്ള കുറേ സെൻറ്റൻസുകൾ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഇംഗ്ലീഷ് പറയാനും എഴുതാനും നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. ഇനി ചെയ്യേണ്ടത്, ഞാൻ ഇനി ഒരു ചെറിയ പാരഗ്രാഫ് നിങ്ങൾക്ക് തരാം. അത് നിങ്ങൾ സ്പീക്കിംഗ് പ്രാക്ടീസ് ആയിട്ട് നിങ്ങളിവിടെ എഴുതാൻ ശ്രമിക്കുക, കമൻറ്റ് ചെയ്യുക. അതിനകത്തുള്ള മിസ്റ്റേക്കുകൾ ഞാൻ കറക്റ്റ് ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ ആ സ്പീക്കിംഗ് പ്രാക്ടീസ് നോക്കൂ. ഇനി നിങ്ങൾ ആ ക്വസ്റ്റ്യൻ നോക്കൂ. എൻ്റെ ജീവിതത്തിൽ ഞാൻ വളരെ സന്തോഷവതിയാണ്. എനിക്കൊരു വീടുണ്ട്. ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് സമയം കുറവാണ്. എങ്കിലും എനിക്ക് പഠിക്കാൻ കഴിയുന്നുണ്ട്. ഞാൻ കുറച്ചുകൂടി പഠിക്കേണ്ടതായിരുന്നു. ദൈവം എന്നും നമ്മോട് കൂടി ഉണ്ടാകട്ടെ. അപ്പോൾ നോക്കൂ, ഈ ഒരു ചെറിയ പാരഗ്രാഫ് നിങ്ങൾ കമൻറ്റുകളായി ടൈപ്പ് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങൾ ആദ്യം എഴുതിയിരിക്കുന്ന ആ ഒരു ചോദ്യത്തിൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങളിത് എൻ്റെ ആൻസേഴ്സ് കാണുന്നതിന് മുമ്പ് തന്നെ നിങ്ങളത് ടൈപ്പ് ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും ഇതിനകത്ത് മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ഞാനത് കറക്റ്റ് ചെയ്ത് തരാം. ആർക്കെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. മാക്സിമം ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.